സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വിഷുക്കാലം മലയാള സിനിമയ്ക്ക് എല്ലാ വർഷവും ആഘോഷമാണ്. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ കാശ് വരാൻ പറ്റുന്ന സീസൺ അവധിക്കാലമാണ്. ഇക്കുറി ചില ചിത്രങ്ങൾ അപ്രതീക്ഷിത വിജയം നേടിയപ്പോൾ പ്രതീക്ഷയുടെ ഭാരമേറിയെത്തിയ ചില ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ പകർന്നടിയുന്ന കാഴ്ചയും ഉണ്ടായി. മെയ് 5 വരെയുള്ള കാലയളവിൽ 13 റിലീസുകളാണ് തിയേറ്ററുകളിൽ എത്തിയത്. മലയാളത്തിലെ വിഷു വിന്നർ മമ്മൂട്ടിയുടെ ഗ്രേറ്റ് ഫാദർ തന്നെ. മാർച്ച് 28 റിലീസ് ചെയ്ത ചിത്രം ഏറെക്കാലത്തിന് ശേഷം മമ്മൂട്ടിക്ക് സൂപ്പർ ഹിറ്റ് സമ്മാനിച്ചു. 50 കോടിക്ക് മുകളിൽ 24 ദിവസം കൊണ്ട് ആഗോള കളക്ഷൻ ചിത്രം സ്വന്തമാക്കി. പാർവതി, ഫഹദ് ഫാസിൽ, കുഞ്ചാക്കോ ബോബൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി അഭിനയിച്ച ടേക്ക് ഓഫ് മികച്ച അഭിപ്രായം നേടിയിരുന്നു. 20 ദിവസങ്ങൾ കൊണ്ട് 15,75,00,000 കേരളത്തിൽ നിന്നും ചിത്രം സ്വന്തമാക്കിയെന്നാണ് റിപ്പോർട്ടുകൾ. അവധിക്കാല റിലീസുകളിൽ വമ്പൻ തിരിച്ചടി നേരിട്ടത് മോഹൻലാൽ ചിത്രം 1971 ബിയോണ്ട് ബോർഡേഴ്സ്, മമ്മൂട്ടിയുടെ പുത്തൻപണം, ദിലീപ് ചിത്രം ജോർജ് ഏട്ടൻസ് പൂരം എന്നിവയാണ്. വമ്പൻ ഹൈപ്പിലെത്തിയ 1971 ബിയോണ്ട് ബോർഡേഴ്സ് തിയേറ്ററുകളിൽ തകർന്നടിഞ്ഞു. 7,19,00,000 മാത്രമാണ് ഈ മോഹൻലാൽ ചിത്രം ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയത്. മമ്മൂട്ടി രഞ്ജിത്ത് ടീമിന്റെ പുത്തമ്പണത്തിനും ബോക്സ് ഓഫീസിൽ കാലിടറി. ഒരു മാസത്തെ ആകെ കളക്ഷനായി 6,46,00,000 മാത്രമാണ് ഈ മമ്മൂട്ടി ചിത്രം സ്വന്തമാക്കിയത്. ഇത്തവണ അവധിക്കാലം ദിലീപിനും തിരിച്ചടി നൽകി. 7,16,00,000 മാത്രമാണ് ജോർജ് ഏട്ടൻസ് പൂരത്തിന് നേടാനായത്. അവധിക്കാല റിലീസുകളിലെ സർപ്രൈസ് ഹിറ്റ് രക്ഷാധികാരി ബൈജുവാണ്. ബാഹുബലി തരംഗത്തിനിടയിലും 4 കോടിക്കടുത്ത് മുതൽ മുടക്കിൽ ഒരുങ്ങിയ സിനിമ ഇതുവരെയായി 13 കോടി ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. ബോക്സ് ഓഫീസ് വിജയം കൈവരിച്ചെങ്കിലും സമീപകാല നിവിൻ ചിത്രങ്ങൾ പോലെ തരംഗം സൃഷ്ടിക്കാൻ സഖാവിന് സാധിച്ചില്ല. ചിത്രം ഇതുവരെ 12,25,00,000 രൂപ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. ഒടുവിൽ തിയേറ്ററിലെത്തിയ ദുൽഖറിന്റെ CAA മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. CAA കേരള ബോക്സ് ഓഫീസിൽ 7 ദിവസം കൊണ്ട് 14 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയെന്നാണ് റിപ്പോർട്ട്. ബാഹുബലി തരംഗം ഇപ്പോഴും കേരള ബോക്സ് ഓഫീസിൽ തുടരുകയാണ്. ചിത്രം ഇതിനോടകം തന്നെ 50 കോടിയിലധികം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം സ്വന്തമാക്കി. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കും ഗോസിപ്പുകൾക്കും ദാസനും വിജയനും. ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്. താങ്ക്